ശരി, നമുക്കിതിലേക്ക് കടക്കാം. വിചാർക്രാന്തിയുടെ ആഗോള ശബ്ദമായി നിങ്ങളെ ഈ പ്രത്യേക വിജ്ഞാന പര്യവേഷണത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ആഴത്തിൽ പരിശോധിക്കുന്നത് 1974 ഏപ്രിലിലെ അഖണ്ഡജ്യോതി മാസികയിലെ അമൂല്യമായ ആശയങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ മുന്നിലുള്ള ഈ പ്രകാശിക്കുന്ന സൂര്യനെപ്പോലെ തികച്ചും പ്രതീകാത്മകവും ആത്മീയവുമായ ദൃശ്യങ്ങളിലൂടെ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് നാം ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. യാതൊരുവിധ ബാഹ്യമായ ശ്രദ്ധാശൈഥില്യങ്ങളുമില്ലാതെ ഈ അറിവുകൾ നമുക്ക് സ്വീകരിക്കാം, അല്ലേ? ഇന്നത്തെ നമ്മുടെ യാത്രയുടെ വഴി ഇതാണ്. ഒന്നാമതായി ആഗോള വേദനയുടെ പശ്ചാത്തലം, രണ്ടാമതായി ആന്തരിക പരിഹാരങ്ങൾ, മൂന്നാമതായി കർമ്മവും ഐക്യവും, നാലാമതായി ആരോഗ്യവും യോഗയും, ഒടുവിൽ പ്രകാശസംഗ്രഹം. ഈ സ്രോതസ്സിൽ നിന്നുള്ള 20ഓളം വ്യത്യസ്തമായ ആത്മീയ പാഠങ്ങളെയും ദാർശനിക തത്വങ്ങളെയും നാം വളരെ ആഴത്തിൽ വിശകലനം ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമതായി ആഗോള വേദനയുടെ പശ്ചാത്തലം. ഇന്നത്തെ ലോകം നേരിടുന്ന വലിയൊരു ആത്മീയ പ്രതിസന്ധിയുടെ പശ്ചാത്തലമാണിത്. നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കേവലം ഭൗതികമായൊരു പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ തന്നെ മൂല്യങ്ങളുടെ തകർച്ചയാണെന്ന് ഈ പാഠങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഉള്ളിലെ പൊള്ളത്തരവും ജീർണിച്ച വേരുകളും ആധുനിക സമൂഹം എങ്ങനെയാണ് നേരിടുന്നത്? പുറമേ നാം എത്ര തിളങ്ങിയാലും നമ്മുടെ ആന്തരിക വേരുകൾ ജീർണിച്ചിരിക്കുകയാണെങ്കിൽ, നാം ഉള്ളിൽ പൊള്ളയാണെങ്കിൽ, അത് സമൂഹത്തിന്റെ വലിയൊരു തകർച്ചയെ തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്? ഈ ആന്തരിക ശൂന്യതയെ നാം എങ്ങനെ മറികടക്കും എന്നതാണ് യഥാർത്ഥ ചോദ്യം. ഇതിനൊരു വ്യക്തമായ ഉത്തരമുണ്ട്. ഇവിടെ ഒരു വലിയ മുന്നറിയിപ്പ് സ്രോതസ്സിൽ നൽകുന്നുണ്ട്. യഥാർത്ഥ ആദർശമില്ലാത്ത പുരോഗതി നമ്മെ നശിപ്പിക്കും. അതെ, ആത്മീയ അടിത്തറയില്ലാതെയുള്ള ഏത് ഭൗതിക പുരോഗതിയും നമ്മെ നാശത്തിലേക്കാണ് നയിക്കുക എന്നതാണ് മനുഷ്യന്റെ വേദനകളുടെയെല്ലാം അടിസ്ഥാന കാരണം. യഥാർത്ഥ ആദർശങ്ങളില്ലാതെ നാം കെട്ടിപ്പടുക്കുന്നതെല്ലാം ഏതു നിമിഷവും തകർന്നു വീഴാം, അതുറപ്പാണ്. അങ്ങനെയെങ്കിൽ ഇതിനൊരു പരിഹാരം വേണ്ടേ? അതാണ് നാം രണ്ടാമതായി നോക്കുന്നത്, ആന്തരിക പരിഹാരം അഥവാ ഉള്ളിലേക്കുള്ള യാത്ര. പുറത്തുള്ള പ്രതിസന്ധികൾക്കുള്ള പരിഹാരങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം. ഇതില് ഏറ്റവും വലിയൊരു പാഠം എന്താണെന്നോ? ശ്രദ്ധിച്ചു കേൾക്കുക. ആത്മജ്ഞാനമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. ലോകത്തിലെ ബാഹ്യമായ ഏതു വലിയ നേട്ടങ്ങൾക്കുമപ്പുറം സ്വന്തം ഉള്ളിലെ തിരിച്ചറിവാണ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ആദ്യത്തെ പരിഹാരം. നിങ്ങൾ നിങ്ങളെത്തന്നെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് യഥാർത്ഥ യാത്ര ആരംഭിക്കുന്നത് തന്നെ. ഈ 4 സുപ്രധാന തത്വങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ദൈവത്തെ കാണുന്നതിൻ്റെയും ബന്ധപ്പെടുന്നതിൻ്റെയും മർമ്മം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. രണ്ടാമത്തേത്, ഏറ്റവും വലിയ ഉപാസന എന്നത് ഈ ആന്തരികമായ സമർപ്പണവും ശുദ്ധിയുമാണ്. ഇനി മൂന്നാമതായി വളരെ മനോഹരമായൊരു വരിയാണത്, സൗന്ദര്യത്തിൻ്റെ താക്കോൽ നമ്മുടെ കൈകളിൽ തന്നെയാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടാണ് ലോകത്തിന്റെ സൗന്ദര്യം തീരുമാനിക്കുന്നത്, അല്ലേ? നാലാമതായി, പുറത്തന്വേഷിച്ചാലും ഉള്ളിലന്വേഷിച്ചാലും സത്യം ഒന്നുതന്നെയാണ്. അതായത് യഥാർത്ഥ ബന്ധങ്ങളും സൗന്ദര്യവും എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്നാണ് ഈ പാഠങ്ങൾ വളരെ വ്യക്തമായി നമ്മോട് പറയുന്നത്. ഇനി മൂന്നാമത്തെ വിഷയത്തിലേക്ക് കടക്കാം, കർമ്മവും ആഗോള ഐക്യവും. നാം നമ്മുടെ ഉള്ളിലെ സത്യം തിരിച്ചറിഞ്ഞാൽ മാത്രം പോരല്ലോ, അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും വേണ്ടേ? ആന്തരികമായ തിരിച്ചറിവുകൾ എങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്ന് നോക്കാം. ലൗകികമായ അഹങ്കാരവും യഥാർത്ഥമായ ദൈവീക ഐശ്വര്യവും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. സമ്പത്തിന്റെ അഹങ്കാരം തികഞ്ഞ വിഡ്ഢിത്തമാണ് എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അഹങ്കാരം നമ്മെ ഇരുട്ടിലേക്ക് നയിക്കുകയുള്ളൂ. പകരം നമ്മുടെ ലക്ഷ്യം മറ്റൊന്നാകണം. കേവലം സമ്പത്തുകൾ മാത്രമല്ല, ദൈവീകമായ വിഭൂതികളും നേടുക എന്നതാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമാകേണ്ടത്. അതാണ് ശരിയായ നേട്ടം. ഐക്യത്തോടെ ജീവിക്കാനുള്ള ചില പ്രായോഗിക ചുവടുവെപ്പുകളാണിവ. ഇതിലെ ആദ്യത്തെ കാര്യം തന്നെ നോക്കൂ. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള വേർതിരിവുകളില്ല. അവർക്കിടയിൽ ആരും വലുതോ ചെറുതോ അല്ല. തികഞ്ഞ സമത്വമാണ് അവിടെ വേണ്ടത്. രണ്ടാമതായി, സത്യസന്ധമായി ജീവിക്കുന്നത് ഒരിക്കലും ഒരു നഷ്ടക്കച്ചവടമല്ല. കാരണം സത്യം എപ്പോഴും വിജയിക്കുക തന്നെ ചെയ്യും. ഇതിലെ മൂന്നാമത്തെ പോയിന്റ് വ്യക്തിപരമായി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് പകരം വലിയ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ പ്രവൃത്തികൾ സംസാരിക്കട്ടെ. അവസാനമായി, എപ്പോഴും മുന്നോട്ട് നോക്കുക, പിന്നോട്ടല്ല. കഴിഞ്ഞു പോയതിനെപ്പറ്റി ചിന്തിച്ച് സമയം കളയാതിരിക്കുക. ഒരു മികച്ച സമൂഹത്തിന്റെ നിർമ്മിതിക്ക് ഈ 4 ചുവടുകളും അത്യന്താപേക്ഷിതമാണ്, തീർച്ചയായും. ഈ വാചകം വളരെ പ്രസക്തമാണ്. മൃഗങ്ങളുടെ കുടുംബത്തിലും സഹകരണവും ഐക്യവും വർദ്ധിപ്പിക്കണം. അതായത് നമ്മുടെ സഹാനുഭൂതി മനുഷ്യരിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. ഈ പ്രപഞ്ചത്തിലെ പക്ഷിമൃഗാദികളോടും പ്രകൃതിയോടും മുഴുവൻ നാം ഐക്യത്തോടെയും കരുണയോടെയും വർത്തിക്കേണ്ടതുണ്ട് എന്നതാണ് മനുഷ്യം എന്ന നിലയിൽ നമ്മുടെ വലിയ കടമ. ഇത് വളരെ ആഴത്തിലുള്ള ഒരു ചിന്തയാണ്. നാലാമത്തെ വിഭാഗം, ആരോഗ്യവും യോഗയും. ഇനി നമുക്ക് അങ്ങേയറ്റം ശാസ്ത്രീയവും
എന്നാൽ അത്ര തന്നെ ആത്മീയവുമായ ശാരീരിക മാനസിക ആരോഗ്യ മേഖലയിലേക്ക് കടക്കാം. നമ്മുടെ ആത്മീയ ചിട്ടകൾ എങ്ങനെയാണ് പൂർണ്ണ ആരോഗ്യത്തെയും ദീർഘായുസ്സിനെയും സ്വാധീനിക്കുന്നതെന്ന് പരിശോധിക്കാം. ശരി, ഇതൊരു ശരിക്കും കൗതുകകരമായൊരു കാര്യമുണ്ട്. യോഗയെ കേവലം ഒരു ശാരീരിക വ്യായാമമായിട്ടല്ല ഇവിടെ നിർവചിച്ചിരിക്കുന്നത്. യോഗയും അതിൻ്റെ ഉപയോഗവും എന്നത് ആന്തരികവും ബാഹ്യവുമായ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനുള്ള സമഗ്രവും ശാസ്ത്രീയവുമായ ഒരു ഉപകരണമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ അതിജീവനത്തിനും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ് കേട്ടോ. ഈ സ്രോതസ്സ് നൽകുന്ന ഈ 5 ആരോഗ്യശാസ്ത്രീയ തത്വങ്ങൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. കേവലം ആത്മീയത മാത്രമല്ല, കൃത്യമായ ശാസ്ത്രീയ അടിത്തറയും ഇതിനുണ്ട്. ഉദാഹരണത്തിന്, ഒന്നാമതായി ഹൃദ്രോഗങ്ങളുടെ കാരണങ്ങളും അവ തടയുന്നതിനുള്ള വഴികളും വിശദീകരിക്കുമ്പോൾ 1973 പ്രമുഖ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ജേണലിൽ ഡോക്ടർ പോൾ വൈറ്റിനെ പോലുള്ള ഗവേഷകർ പ്രസിദ്ധീകരിച്ച ശാസ്ത്രീയ പഠനങ്ങളെ ഇതിൽ പ്രത്യേകം ഉദ്ധരിക്കുന്നുണ്ട്. രണ്ടാമതായി, നമ്മുടെ ആമാശയവും ഭക്ഷണവും എങ്ങനെ പരസ്പരം യോജിക്കുന്നു എന്നതും. മൂന്നാമതായി, ശരീരത്തിൽ ശീതശക്തിയുടെ ഉപയോഗം വഴി ദീർഘായുസ് നേടാനുള്ള മാർഗങ്ങളും ശാസ്ത്രീയമായി തന്നെ ഇതിൽ വിലയിരുത്തുന്നു. നാലാമത്തേത്, പരിഷ്കരിച്ച ബോധത്തിലൂടെ ലൈംഗിക പ്രവണതകളെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതാണ്. അഞ്ചാമത്തേത് അതിമനോഹരമായൊരു തത്വമാണ്: രോഗത്തോടൊപ്പം രോഗിയെയും കൊല്ലുന്നത് ശരിയല്ല. അതായത്, ഏത് ചികിത്സയും ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ സംരക്ഷിക്കുന്ന തികച്ചും സമഗ്രമായ ഒന്നാകണം എന്ന് സാരം. അങ്ങനെ നാം അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. 5. പ്രകാശ സംശ്ലേഷം. നാം ഇതുവരെ പഠിച്ച പാഠങ്ങളെല്ലാം കൂട്ടിയിണക്കി ആത്യന്തികമായ സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനും നാം തയ്യാറെടുക്കേണ്ടതുണ്ട്. ഏറ്റവും നിർണായകമായ ഒരു സന്ദേശത്തോടെ നമുക്കിത് അവസാനിപ്പിക്കാം. സൗഭാഗ്യം നിറഞ്ഞ നിമിഷങ്ങളെ നിരസിക്കരുത്. അതെ, ഈ വിജ്ഞാനത്തിന്റെ വെളിച്ചം നിങ്ങളെ ജീവിതത്തിൽ ലഭിച്ച വലിയൊരു സൗഭാഗ്യമാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവിന്റെയും നന്മയുടെയും ഓരോ നിമിഷങ്ങളെയും ഇരു കൈകളും നീട്ടി പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഉള്ളിലെ ആ സൗന്ദര്യത്തിന്റെ താക്കോൽ ഉപയോഗിച്ച് നിങ്ങളുടെ ഏത് അടഞ്ഞ വാതിലുകളാണ് നിങ്ങളിന്ന് തുറക്കാൻ പോകുന്നത്?